ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണിത്. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ജേണൽ സപ്ലൈസസ് ആണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം. അതിനായിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ബട്ടർഫ്ലൈൻ്റെയും ഫേസ്ലെസ് ആയിട്ടുള്ള ഗേളിൻ്റെ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കളർ ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈ ഞാൻ സ്കെച്ച് വെച്ചിട്ടാണ് കളർ ചെയ്തത്. പിന്നെ ഈ ഗേളിൻ്റെ സ്റ്റിക്കേഴ്സ് ക്രയോൺസും വെച്ചിട്ടാണ് കളർ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെല്ലാം ചെയ്തെടുക്കാം. ഇത്രയും ബട്ടർഫ്ലൈസിനാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇതിൽ 3 ടൈപ്സ് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് പാക്കാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ എടുത്തിട്ട് 2 ഭാഗത്ത് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ്. എന്നിട്ട് മേലെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സിനും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ചെയ്ത പോലെ തന്നെ ഇതും കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അടുത്തതായിട്ട് നമുക്ക് ലേബിൾസ് ചെയ്യാം. ലേബിൾസ് വെച്ച് നമ്മൾ നോട്ട് എഴുതൂലേ, അതാണ്. അത് നമുക്ക് പിൻട്രസ്റ്റിൽ തന്നെ എടുത്തിട്ട്, തീരെ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം, അല്ലാത്തവരാണെങ്കിൽ വരച്ചെടുക്കുക. എന്നിട്ട് വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് ഇതും കട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാക്കാം. ഇത് സ്റ്റാമ്പ് എന്നാണോ വാക്സ് എന്നാണോ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഗ്ലൂ ഗൺ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്ക് വെച്ചിട്ട് ചൂടാക്കി കൊടുത്തിട്ട് അത് ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കളറിൻ്റെ ബോട്ടിലിൻ്റെ ബാക്ക് വെച്ചിട്ട് അതിന് മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വാക്സ് ആക്കി കൊടുക്കുന്ന ടൈമിന് നമുക്ക് ഗ്ലിറ്ററോ അല്ലെങ്കിൽ കളറോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. മുന്നേ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്തപ്പോൾ കുറച്ച് പാടുപെട്ടിട്ടാണ് ഞാൻ ഇതെടുത്തത്. എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ടും കൂടി നമ്മൾ ചെറുതായിട്ട് കളർ കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കാം. വാഷി ടേപ്പ് ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റിൽ നിന്ന് കുറച്ച് വീതിയുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിൽ ക്ലൗഡ് ഷേപ്പ് വരച്ചിട്ട് ഇതിൽ കാണും പോലെ 2 കളറായിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ഒട്ടിച്ചിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് അത് റൗണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് റോൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ വിചാരിച്ച രീതിയിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. എന്തായാലും ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.